ഹബീബായ മുത്തുനബിയുടെ മുന്നിൽ വന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്നി അസബതു അർളം ബി ഖൈബർ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ നബിയേ, ഖൈബറിൽ എനിക്കൊരു ഭൂമി കിട്ടി, ഖൈബറിൽ എനിക്കൊരു വസ്തു സ്വന്തമായിട്ടുണ്ട്. എന്താണ് ആ വസ്തുവിന്റെ പ്രത്യേകത? ലം ഉസിബ് മാലൻ ഖത്തു അൻഫസ ഇൻദീ മിൻ. എനിക്ക് ഒരുപാട് വസ്തുക്കൾ, ഒരുപാട് ഭൂമി പലയിടങ്ങളിലും പല സന്ദർഭങ്ങളിലും സ്വന്തമാക്കാൻ സാധിച്ചുവെങ്കിലും അല്ലാഹുവിന്റെ റസൂലേ, ഇതുപോലെ കണ്ണായ ഒരു ഭൂമി എനിക്ക് ഇന്നേ വരെ ലഭ്യമായിട്ടില്ല. ഇത്രമേൽ പ്രിയങ്കരമായ ഒരു ഭൂമി, അതുപോലെ അമൂല്യമായ ഒരു വസ്തു, അത് ഞാൻ അല്ലാഹുവിന് വേണ്ടി സമർപ്പണം ചെയ്ത് നാളെ എന്റെ പരലോകം സുരക്ഷിതമാക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു നബിയേ. ഞാൻ എന്തു ചെയ്യണമെന്ന് അവിടെ നിന്ന് അന്വേഷിച്ചു കൊണ്ടെത്തുകയാണ്. ആ പറഞ്ഞ വാചകത്തിലെ ഓരോ വാക്കും എത്ര പ്രധാനമാണ്. അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊരുപാട് വസ്തുക്കൾ ലഭിച്ചു, പക്ഷേ ആ വസ്തുക്കളിൽ ഏറ്റവും പ്രിയപ്പെട്ടത്, ഏറ്റവും അമൂല്യമായത്, വിലമതിക്കാനാവാത്തത് എന്റെ പരലോക രക്ഷ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പടച്ച തമ്പുരാന് സമർപ്പണം ചെയ്യാൻ മോഹിക്കുകയാണ്. എന്തു വേണം നബിയേ? വഖഫിനെ പറ്റിയുള്ള 100 ദുരാരോപണങ്ങൾ ഉയരുന്ന കാലത്ത് ഈ വാക്കിന് വലിയ പ്രസക്തിയുണ്ട്. അത് ആംഗലേയ ഭാഷയിലെ ചില സഹോദരന്മാർ പറഞ്ഞല്ലോ ഈ അടുത്ത്, ആംഗലേയ ഭാഷയിലെ 4 അക്ഷരങ്ങൾ ചേർന്ന ഒരു കിരാതത്തിന്റെ പേരാകുന്നു വഖഫ് എന്ന് ചില ആളുകളൊക്കെ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. അതല്ല വഖഫ്. നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാക്കിലെല്ലാം ഉണ്ട്. ഞാൻ അല്ലാഹുവിന് വേണ്ടി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് സമ്മാനിക്കുമ്പോൾ എന്ത് ചെയ്യണം? അപ്പോഴാണ് വഖഫ് ചെയ്യാനായി പുണ്യനബിയുടെ കൽപ്പന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെന്ന് പറഞ്ഞു, അങ്ങനെ ആവട്ടെ. അങ്ങനെ ഉമർ റളിയല്ലാഹു തആല അൻഹുവാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായിട്ട് ആ സുഹൃതത്തിന് തുടക്കം കുറിക്കുന്നത്, ആ സ്വാലിഹായ അമലിന് നാന്ദി കുറിക്കുന്നത് എന്ന് സ്വഹീഹ് ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇന്ന് അതുപോലും തെറ്റിദ്ധരിക്കും.